ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ദുബായിലെ ഒരു ചെറിയ എന്നാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു യാത്രയ്ക്കാണ്. ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വലിയ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സും ലക്ഷറി ലൈഫും ബുർജ് ഖലീഫ പോലുള്ള വമ്പൻ കെട്ടിടങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പഴയ ദുബായ് എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഈ അബ്ര യാത്ര. ദുബായ് അബ്ര എന്ന് പറയുന്നത് ദുബായ് ക്രീക്ക് വഴി പോകുന്ന ഒരു ട്രഡീഷണൽ ബോട്ട് റൈഡാണ്. പഴയ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു യാത്രാമാർഗം. ഇന്നും അത് തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഡെയ്റ ഭാഗത്തു നിന്നും ബദുബായ് ഭാഗത്തേക്കുള്ള ചെറിയൊരു യാത്രയാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് എടുക്കുന്നതെങ്കിലും ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കുറഞ്ഞ ചെലവിൽ വളരെ മനോഹരമായൊരു വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ദുബായിയുടെ പഴയ ഭാഗവും വെള്ളത്തിന്മേൽ നിന്നുള്ള സിറ്റി വ്യൂവും ഒക്കെ ഇവിടെ കാണാം. വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കാറ്റും വെള്ളവും ആ ചെറിയ ബോട്ടിൻ്റെ ഫീലും ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പോവാം. ദുബായിയുടെ മോഡേൺ സൈഡ് കാണാൻ എത്ര ഭംഗിയാണോ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ സ്പെഷ്യലാണ് ഇതിൻ്റെ ഈ ട്രഡീഷണൽ സൈഡും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ദുബായ് എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടങ്ങളും ബിസി റോഡ്സും ലക്ഷറി ലൈഫും അങ്ങനെ ഒരു ഇതിലാണ്. പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾ മീൻപിടുത്തം, മുത്തുവാരൽ, അങ്ങനെ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷുകാർ ദുബായിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ കപ്പൽ ചരക്ക് ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പേർഷ്യ, ഇറാഖ്, ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ആ ട്രേഡ് റൂട്ടിൻ്റെ ഒരു ഇടയ്ക്കായിട്ട് അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ദുബായ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ക്രീക്ക് കപ്പലുകൾക്കൊരു സേഫ് ഹാർബറായി മാറുകയാണ് ചെയ്തത്. അതോടെ ചുറ്റും ട്രേഡ് വളരാൻ തുടങ്ങി. കപ്പലുകളുടെ അറ്റകുറ്റപ്പണി, അപ്പോൾ അതോടനുബന്ധിച്ച് അവിടെ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സ് വരാൻ തുടങ്ങി, ഹോട്ടൽസ് വരാൻ തുടങ്ങി. അങ്ങനെ ദുബായ് ഒരു ട്രേഡിംഗ് ഹബ്ബായി മാറി. അതേസമയം അന്നത്തെ ദുബായിയുടെ ഭരണാധികാരികൾ ദുബായിയെ ഒരു ട്രേഡ് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ക്രീക്കിൻ്റെ ആഴവും വീതിയും കൂട്ടി വലിയ വലിയ കപ്പലുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കിയെടുത്തു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ദുബായ് ഇന്ന് കാണുന്ന പോലെ ഒരു ഡ്രീം സിറ്റി ആക്കിയത് ഓയിൽ മാത്രമല്ല. കാരണം അന്നത്തെ ഭരണാധികാരികൾക്ക് അറിയായിരുന്നു ദുബായിൽ ഓയിൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഓയിലിൽ നിന്ന് കിട്ടിയ പൈസ മറ്റുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ദുബായ് ഇന്ന് പലരുടെയും സ്വപ്ന നഗരമായി മാറിയത്. ഇന്നും ആ പഴയ ദുബായിയുടെ ഫീൽ നമുക്ക് അനുഭവിക്കാനാവുന്ന ഒരു യാത്രയാണ് ഈ അബ്ര യാത്ര. ദുബായ് അബ്ര എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വുഡൻ ബോട്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിർഹം കൊടുത്തും 2 ദിർഹംസ് കൊടുത്തും നമുക്ക് യാത്ര ചെയ്യാം. ഈ 1 ദിർഹം കൊടുത്ത് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ ആ കാണുന്ന ബോട്ടുകൾ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് 2 ദിർഹംസിൻ്റെ ബോട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് നോൾ കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഈ അബ്ര യാത്രയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഉള്ള ഈ സീഗിൾസാണ്. പണ്ട് സിനിമകളിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന പോലത്തെ ഒരു കാര്യം നമ്മൾ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഇപ്പോൾ നമുക്കുണ്ട്. അതായത് ചുറ്റും പക്ഷികൾ, നമ്മൾ പോകുന്ന ബോട്ടിന് ചുറ്റും പക്ഷികൾ ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കുവാണ്. ദുബായോട് അടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അത്രയും സീഗിൾസിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സീഗിൾസിനെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. കുറേ ആളുകളൊക്കെ ഇതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരിവിടെ തന്നെ വീണ്ടും വീണ്ടും വട്ടം ചുറ്റി പറക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഗ്രാൻഡ് സൂക്ക് ഭാഗത്തുകൂടിയാണ്. ഇതൊരു സാധാരണ മാർക്കറ്റല്ല. ദുബായിയുടെ ട്രഡീഷനും സംസ്കാരവും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ പലവിധത്തിലുള്ള കടകൾ കാണാം. ഡ്രസ്സുകൾ, അറേബ്യൻ സ്റ്റൈൽ പാത്രങ്ങൾ, പെർഫ്യൂംസ്, കുന്തിരിക്കം, ഡെക്കോർ ഐറ്റംസ്, സുവനിയേഴ്സ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കടകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസാണ്.
ഈ യാത്രയ്ക്ക് നമ്മൾ വൈകുന്നേരം സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഡേ ലൈറ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ രാത്രി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ സീഗൾസിനെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്തായാലും വൈകുന്നേരം സന്ധ്യയ്ക്ക് മുന്നേ തന്നെ പോയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് സീഗൾസിനെ കാണാൻ പറ്റില്ല. പിന്നെ രാത്രി സമയങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ബോട്ട്സ് ലൈറ്റ്സൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇവർ നമുക്ക് ക്രീക്കിലൂടെ 2 മണിക്കൂറുള്ള യാത്രയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ ബോട്ടിനനുസരിച്ചിട്ടും അതിൻ്റെ റേറ്റിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. എല്ലാത്തിലും ഫുഡ് ഇൻക്ലൂഡഡും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നീട് ഒരു വട്ടം നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ട്രാവൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.